നമുക്ക് കാണിക്കേണ്ടത് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സൈകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. എന്തൊക്കെയാണ് 3 കണ്ടീഷൻ? എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണ്. ലാംഡ ഇ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ഓഫ് എ ആണ്. എക്സൈകളുടെ വാല്യൂസ് ഒന്നും 0 അല്ല. പിന്നെ എ എക്സ് ഐ എന്ന് പറയുന്നത് ലാംഡ ഇ എക്സ് ഐ ആണ്. അപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺട്രഡിക്ഷൻ പ്രകാരം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കരുതുന്നു. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സമ്മേഷൻ ആൽഫ ഐ എക്സ് ഐൻ്റെ വാല്യൂ 0 ആവും ഫോർ ഓൾ എക്സ് ഐ നോട്ട് ഈക്വൽ ടു 0. ഞാൻ കരുതുകയാണ് ഇതിൽ എക്സ് ഐ എന്ന് പറയുന്നത് x1 ആണ്. ഓക്കെ, x1ൻ്റെ വാല്യൂ 0 അല്ല. ബാക്കിയുള്ളതൊന്നും ഞാൻ എടുക്കുന്നില്ല. x1ൻ്റെ വാല്യൂ 0 അല്ല. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഈ ഫോമിൽ എഴുതാം. നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുക ഈ ഒരു ടേമിനാണ്. നമ്മൾ ആൽഫ 1ൻ്റെ വാല്യൂ 0 അല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 1ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി പി ഓഫ് ലാംഡ 1ൻ്റെ വാല്യൂ 1 ആയിട്ടും ബാക്കിയുള്ളതിൻ്റെ എല്ലാം പി ഓഫ് ലാംഡ 2, ലാംഡ 3, ലാംഡ 4 ഒക്കെ നമ്മൾ 0 ആയിട്ടും എടുക്കുക. ഓക്കെ, ഇനി പി ഓഫ് എ എക്സ് 1നെ പി ഓഫ് ലാംഡ ഐ എക്സ് ഐന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? എ എക്സ് ഐനെ നമുക്ക് ലാംഡ ഐ എക്സ് ഐന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പി ഓഫ് എ എക്സ് ഐനെ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് ലാംഡ ഐ എക്സ് ഐന്ന് എഴുതാം. ഇനി ഈ ഒരു ടേമിൻ്റെ ഉള്ളിലേക്ക് ഈ ആൽഫൻ്റെ എക്സിൻ്റെ ഇടയിലേക്ക് ഞാൻ പി ഓഫ് എനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ആൽഫ 1 പി ഓഫ് എ എക്സ് 1 പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 2 to n ആൽഫ ഐ പി ഓഫ് എ എക്സ് ഐ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി പി ഓഫ് എ എക്സ് ഐ എന്താ? പി ഓഫ് ലാംഡ ഐ എക്സ് ഐ അല്ലേ? അതിനെ നേരെ റീപ്ലേസ് ചെയ്യുന്നു. ഇനി പി ഓഫ് ലാംഡ 1ൻ്റെ വാല്യൂ 1, ബാക്കിയുള്ള ടേംസിൻ്റെ ഒക്കെ 0 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വാല്യൂസ് എന്താവും? 0 ആയി പോകും. അപ്പോൾ ഈ മൊത്തം സമ്മേഷൻ എന്താവും? 0. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ആൽഫ 1 പി ഓഫ് ലാംഡ 1 എക്സ് 1. പി ഓഫ് ലാംഡ 1 ആയതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടാവുക? ആൽഫ 1 എക്സ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ആൽഫ 1 എക്സ് 1 ഏതെങ്കിലും ഒന്ന് 0 ആയേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു എക്സ് ഐകളുടെ വാല്യൂം എന്തല്ല? 0 അല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ 1ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എടുത്തത് ആൽഫ 1ൻ്റെ വാല്യൂ 0 അല്ലാന്ന്. പക്ഷെ നമുക്ക് കിട്ടിയ ആൽഫ 1ൻ്റെ വാല്യൂ 0 ആണെന്ന്. അപ്പോൾ കോൺട്രഡിക്ഷൻ ആയില്ലേ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളെന്താ ചെയ്തത്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് എടുത്തു. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ആൽഫ 1ൻ്റെ വാല്യൂ 0 ആവരുത്, ആൽഫ ഐൻ്റെ വാല്യൂ 0 ആവരുത്. അത് ഞാൻ ആൽഫ 1 ആണെന്ന് കരുതി. എന്നിട്ട് എന്ത് ചെയ്തു? പി ഓഫ് ലാംഡ 1ൻ്റെ വാല്യൂ 1ഉം ബാക്കിയുള്ളതിൻ്റെ എല്ലാം 0 ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് പി ഓഫ് എ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പി ഓഫ് എ എക്സ് ഐ എന്ന് പറയുന്നത് പി ഓഫ് ലാംഡ ഐ എക്സ് ഐ ആണ്. ഇതിൽ നിന്ന് ഈ ടേം മാത്രം 1ഉം ബാക്കിയുള്ള ടേം എല്ലാം 0 ആയി കിട്ടി. അപ്പോൾ ആൽഫ 1 എക്സ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഒന്നെങ്കിൽ ആൽഫ 1 0 ആണ്, അല്ലെങ്കിൽ എക്സ് 1 0 ആണ്. നമുക്കറിയാം എക്സ് ഐകളെല്ലാം എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആൽഫ 1 0 ആവാൻ പാടുള്ളൂ. പക്ഷെ നമ്മളെടുത്തത് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടി.